സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവതാളത്തിലായിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ISLൽ 7 മത്സരങ്ങളിൽ നിന്ന് 6 പരാജയപ്പെട്ട് ISL കരിയറിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട ഒരു സിറ്റുവേഷനിലൂടെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലീഗിൽ 1 പോയിൻറ്റോട് കൂടി സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിലാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന് തൊട്ട് താഴെയുള്ളത് മുഹമ്മദൻസ് ആണ്. അവർ 6 കളിയെ കളിച്ചിട്ടുള്ളൂ, അതിൽ 6 പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഇനി അവർക്കൊരു കളി അഡ്വാൻസ് ആയിട്ടുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിൽ അവർ ആ ഒരു കളി വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായും കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയായിരിക്കും ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരിക. കാരണം റെലിഗേഷൻ കൂടുതൽ അടുക്കുകയാണ്. അതായത് ഇനി വെറും ISLൽ അവശേഷിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് 6 മത്സരങ്ങൾ മാത്രമാണ്. അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സ് നേരിടുവാനായിട്ട് പോകുന്നത് വളരെയധികം ശക്തരായിട്ടുള്ള ബംഗളൂരു FC ആയിരിക്കും. ആ ഒരു മത്സരത്തിൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് പറയാണ്ട് സാധിക്കുന്നതല്ല. അതും കൂടി പരാജയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായും തന്നെ ഒരു ബ്ലണ്ടർ സീസണായിട്ട് ബ്ലാസ്റ്റേഴ്സിന് മാറും. പോരാത്തതിന് റെലിഗേഷൻ ഉള്ളതിനാൽ തന്നെ ആരാധകർക്കും വളരെ വലിയ നിരാശയാണ് ഉള്ളത്. പോരാത്തതിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മയായിട്ടുള്ള മഞ്ഞപ്പട ഓൾറെഡി തന്നെ മാനേജ്മെൻറ്റിനെതിരെ ക്ലബിനെ ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നതാണ്. പോരാത്തതിന് വേറെ ആരാധക കൂട്ടായ്മയും ഇതേ ഒരു നിലപാടിലേക്ക് വരികയാണ്. സോ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തുകൊണ്ടും ഒരു മോശപ്പെട്ട ടൈം തന്നെയാണ് നിലവിലുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതൊന്ന് ഓവർകം ചെയ്യണമെങ്കിൽ ഉറപ്പായും തന്നെ മത്സരങ്ങൾ വിജയിക്കേണ്ടത് അനിവാര്യമാണ്. പുതിയ കോച്ചായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ കീഴിൽ ഇനി 6 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. ആകെയുള്ള പ്രതീക്ഷ പുതിയ താരങ്ങളായിട്ട് എത്തുന്ന കരീം ബെന്നാരിഫും അതോടൊപ്പം തന്നെ മറ്റൊരു വിദേശ സ്ട്രൈക്കർ വരുമെന്നൊരു തരത്തിലുള്ള റൂമർ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മാർക്കസ് മുഗല പോലത്തുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ് ഒരു സ്ട്രൈക്കർ വരുന്നുവെന്ന്. അങ്ങനെയുള്ള മികച്ച താരങ്ങൾ ടീമിലേക്ക് എത്തുകയാണെങ്കിൽ ഒരുപക്ഷേ ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലും ഗുണമൊക്കെ തന്നെ ചെയ്യുമായിരിക്കാം. സോ കണ്ടു തന്നെ അറിയാം എന്തായിരിക്കും ഇനി മുൻപോട്ടുള്ള പോക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൂടുതൽ ബാധിക്കുവാനായിട്ട് പോകുന്നതെന്ന്.